ഹലോ ഗായ്സ്, ഞങ്ങളിതാ കൂലി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. 8:15 ഷോ. പരപ്പനങ്ങാടി മാജിക് ഫ്രെയിംസിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ സബിലാലും അനിയുണ്ട്, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓരോ കാത്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. മഴയും പെയ്യുന്നുണ്ട്. മഴത്തെ കുടുങ്ങിയൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. എന്താ വരുന്നു 2 സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ്. ഒന്നാമത് വ്ളോഗ് തന്നെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ലോകേഷിൻ്റെ പടം അത്രയും ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അത്രയും എക്സ്പെക്റ്റേഷനിലായിരുന്നു. പിന്നെ ഇവർ ചെക്കന്മാർ എന്തൊക്കെയോ റിവ്യൂസൊക്കെ എന്തൊക്കെ കണ്ടിട്ട് ഇവരെ നോട്ടം എന്തൊക്കെയോ ഒരു മൈനസ് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ പടം കാണാൻ വേണ്ടി കയറാൻ നിൽക്കുകയാണ്. കണ്ടിട്ട് ബാക്കി പറയാം ഗൈസ്. തിരഞ്ഞെടുക്കൂ കമ്മിറ്റി 18 പച്ചമരുന്നുകളുള്ള ബീക്കോ വജ്രദന്തി. ബീക്കോ വജ്രദന്തി ഭാരതത്തിന്റെ ഞങ്ങള് 3 പ്രാവശ്യം കണ്ടു വന്നു. 3 തീ തന്നെ ആക്ച്വലി കയറാൻ വേണ്ടിയിട്ട് ഓണക്കോടിയാവും. കാറും ബൈക്കും ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മളെ സീറ്റ്. 2 കോടിയോ? നിങ്ങൾ ഇവിടെ തന്നെയാണല്ലോ. 100 പവൻ സമ്മാനം. കല്യാൺ സിൽക്സിൽ പൊന്നോണക്കൊയ്ത്ത്. കാലിടറി സ്കൂൾ. മോണിക്കാണ്ട് വരുമ്പോ അജു കണ്ട് ചാടല തുടങ്ങും അല്ല അജു? മോണിക്ക അജു കളിക്കില്ല സ്റ്റെപ്പ്. കേട്ടോ അജു ഹായ് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അജു മാറ്റി സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോ രാത്രി തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൊത്തം പടം അല്ലേ ചീറ്റി പോയി. ഭയങ്കര വിഷമം. സത്യം എന്താ വെച്ചാല് ബുക്കിങ്ങിന് ടിക്കറ്റ് കിട്ടണേ ഇല്ല. ഫസ്റ്റ് ഷോ അതായത് ഫസ്റ്റ് ദിവസം തന്നെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇത് ബുക്കിംഗ് ഇല്ല. ബുക്കിംഗ് ഫസ്റ്റ് മൊത്തത്തില് ഫുള്ളായി. പരപ്പനങ്ങാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആപ്പ് ഓപ്പൺ ആകുമ്പോൾ വന്നോ ഇല്ല. വന്നോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് മൂഞ്ചി കഴിച്ചു. ആകെ മൂഞ്ചി. സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കണ്ടില്ലായിരുന്നു തോന്നിപ്പോയി. അജുവിനെ കേട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ അങ്ങനത്തെ സീനൊന്നുമില്ല. വയലൻസ് എന്തിപ്പോ ലിയാ സർട്ടിഫിക്കറ്റിന്റെ ഒരു ആവശ്യമില്ല. ഒരു വയലൻസ് ഒന്നുമില്ല. ഒരുപാട് വയലൻസ് നമ്മുടെ മാർക്കല്ല വിക്രമിലുണ്ട്. പിന്നെ ഫൈറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ലിയോന്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വിഷമായി ഗൈസ്. ലോകേഷ് വല്ലാത്തൊരു പമ്മലം വണ്ടി. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവരും അടിച്ചു പൊളിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം.